ഉണങ്ങിയ ഈ കമ്പും ടിഷ്യൂ പേപ്പറുകളും വെച്ച് നമുക്കൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഉണങ്ങിയ കമ്പിൽ നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രീൻ കളർ പെയിന്റ് നമ്മൾ കമ്പിലൊന്ന് കൊടുത്തെടുക്കുകയാണ്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കമ്പിൽ നമ്മൾ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിലും നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുക്കണം. ഇത് നമ്മൾ നൂഡിൽസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന പേപ്പറാണ്. ഇതിന്റെ രണ്ട് ഭാഗങ്ങളിലും നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ അതിന്റെ രണ്ട് ഭാഗങ്ങളിലും പെയിന്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ടിഷ്യൂ പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ടിഷ്യൂ പേപ്പറുകൾ വെച്ച് നമ്മൾ ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മളത് ഇതുപോലെ മടക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്നും ഇത്രയും പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോന്നിലും 2 പീസുകൾ വീതമാണ് ഉള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഇതുപോലെയാണ് നമുക്ക് ഫ്ലവർ ആക്കി എടുക്കേണ്ടത്. ഇതിന്റെ ഈ ഒരു ഭാഗത്തായി നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കത് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ നമുക്കൊന്ന് വിടർത്തി കൊടുക്കണം. 2 ചെറിയ പീസുകൾ വെച്ചാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ 2 ലെയറുകളും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. 2 ലെയറുകളും ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്കതൊരു കുഞ്ഞു ഫ്ലവർ ആയി കിട്ടും. ഇതുപോലെ കുറേ പൂക്കൾ നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ ഇത്രയും പൂക്കളാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിൽ നിന്നും നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പീസുകളും നമുക്കിനി ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഇലകളും പൂക്കളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അതെല്ലാം ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാം. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ പൂക്കൾ ഓരോന്നായി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പൂക്കളായി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്? അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇലകൾ ഒട്ടിച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ ഓരോ ഇലകളും ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളും ഇലകളും എല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് അത് വെച്ചു കൊടുത്തിട്ടുണ്ട്. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.